ഇന്നമോളെ ഹലോ അനിത, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ഹലോ. എന്റെ മിമ്മി മോളെക്കാളും കൃത്യം 1 മാസത്തിന് ഇളയതാ അനിത. അല്ല, ബൈ ദ ബൈ, അനിതയുടെ പിറന്നാൾ സെപ്റ്റംബറിലല്ലായിരുന്നോ? അതിന് ഞങ്ങളെ ആരെയും വിളിച്ചില്ലല്ലോ. അവക്കൊന്ന് സുഖമില്ലാതെ കിടപ്പായിരുന്നു, അതുകൊണ്ട് പാർട്ടിയൊന്നും ഉണ്ടായില്ല. നോ നോ, കഴിഞ്ഞ തവണ നിങ്ങൾ അനിതയുടെ ബർത്ത്ഡേ നടത്തിയില്ല. ഐ റിമെമ്പർ. ഓ, അന്ന് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. ദാറ്റ്സ് ഫണ്ണി. ഓരോ കൊല്ലവും ഓരോ കാരണം പറഞ്ഞ് പാർട്ടി തരാണ്ട് കഴിക്കാണല്ലേ? നോ നോ, വാട്ട് ടു ഡു, ഇറ്റ് സോ ഹാപ്പൻസ്. നെക്സ്റ്റ് ഇയർ അനിത മോളുടെ ബർത്ത്ഡേ നമുക്ക് ഇതിലും ഗ്രാൻഡ് ആക്കി ആഘോഷിക്കണം. എന്താ മോളെ? ഷുവർ. അനി എന്താ ഇവിടെ ഇരിക്കുന്നേ? ഒന്നുമില്ല. എനിക്ക് മമ്മീന്റെ അനിയനെയും ഒരു വക അഭിനയം കാണുമ്പോഴാ. അങ്ങനെ എക്സാമും കഴിഞ്ഞു. എങ്ങനെ? ഈസി ആയിരുന്നു നീ? 3 പ്രോബ്ലംസ് തെറ്റിപ്പോയി. അതെന്താ? ഈ വിനുവിന്റെ ചോദ്യം കേൾക്കുമ്പോഴാ എന്തുകൊണ്ടാ തെറ്റിയതെന്ന് അറിയായിരുന്നെങ്കിൽ പിന്നെ തെറ്റിക്കുമായിരുന്നോ? എനിക്കെന്താ പറ്റിയേ? ശരിക്കും പഠിച്ചില്ലായിരുന്നോ? ഇല്ല, എന്തിനാ കഷ്ടപ്പെട്ട് പഠിക്കുന്നതെന്ന് വരെ തോന്നിയിരുന്നു. എനിക്ക് ഒന്നിനൊരു ഉത്സാഹമില്ല. ബിനുവിനോട് എന്തിനാ വിളിക്കണേ? പഠിക്കണമെന്ന് വെച്ചാലും എങ്ങനെയാ പഠിക്കുക ആ വീട്ടിലിരുന്ന്? സ്നേഹമുള്ള ഒരു വാക്ക് പറയാൻ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ വിനു? മമ്മിക്കും അതെ, ഡാഡിക്കും അതെ. കണ്ടുകൂടാ എന്നെ. എന്ത് തെറ്റ് ചെയ്തിട്ടാന്നറിയില്ല. അങ്ങനെയുള്ള ഒരുത്തരുന്ന് പഠിക്കാന്ന് വെച്ചാൽ തന്നെ തലയിൽ കയറൂ വിനു. എനിക്കും അതെ. വീടെന്ന് പറയുമ്പോ വെറുപ്പാണ്. സത്യത്തിൽ ഈ സ്കൂളിൽ വരുമ്പോൾ സന്തോഷമേ ഉള്ളൂ. പരീക്ഷ കഴിഞ്ഞു, ഇനിയിപ്പോ സ്കൂൾ അടയ്ക്കാൻ ഓർക്കുമ്പോഴാ എനിക്ക് 2 മാസം വീട്ടിൽ മാത്രം കഴിയാന്ന് വെച്ചാൽ കരഞ്ഞ് കരഞ്ഞ് ചാവും. സ്കൂളിലപ്പോഴത്തെ കാര്യം തന്നെ വിഷമമാ. ഗുഡ് ഈവനിങ് വിനോദ് ഡിയർ. ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ്. എങ്ങനെയായിരുന്നു എക്സാമിനേഷനൊക്കെ? സോ അതെന്താ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നോ? വിനോദ് വെറുതെ പറയാവൂ. എല്ലാം നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ ചെറിയമ്മയെ വെറുതെ വിഷമിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയാ അല്ലേ? ഈ വിനോദ് ഇപ്പോഴും എന്റെ മുമ്പിൽ വളരെ റിസർവ്ഡാ. ചെറിയമ്മയാണെങ്കിലും സ്വന്തം അമ്മയായി കരുതിയ പോരെ? അവൻ കുട്ടിയല്ലേ? കുട്ടി തന്നെയാ. ഇപ്പൊ തന്നെ എന്റെ എത്രയുണ്ട്. ഹാവ്, വിനോദിന്റെ സ്കൂൾ അടച്ചത് ഒരു ആശ്വാസമായി. ബിസിനസ്സും ടൂറും ബാക്കിയുള്ള സമയത്ത് പുസ്തകം വായനയും കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ എനിക്ക് എപ്പോഴാ കിട്ടുന്നത്? ഒന്നുമില്ലെങ്കിലും ക്യാരംസ് കളിക്കാനും കാർഡ്സ് കളിക്കാനും വിനോദ് എനിക്കൊരു കൂട്ടുമായിരിക്കുമല്ലോ. ശരി, ഒന്നുകൂടെ. ചേച്ചി എല്ലാ ഗെയിമിലും എന്നെ തോൽപ്പിച്ചു. അടുത്ത ഗെയിമിൽ ഞാനാ ജയിക്കും, ഷുവർ. ഇവൾക്കപ്പുറത്ത് ജോലിയൊന്നുമില്ലേ? 100 തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് യതീഷിനെ അവളുടെ കൂടെ മിങ്കിൾ ചെയ്യിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. അനി, എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടില് അനിയന്മാരുടെ കൂടെ വഴക്കൂടുമ്പോഴാ ശകാരം കേൾക്കുന്നത്.
എന്തായി ഇങ്ങനെ എന്നോട്? അതൊന്നും സാരില്ല, മോള് വാ, ആയ ചോറ് വിളമ്പ. വേണ്ട, എല്ലാവരുടെയും കൂടെ മതി. അവരൊക്കെ പിന്നെയല്ലേ കഴിക്കൂ. എനിക്കും അപ്പം മതി. പറയണത് കേക്കുവാനി, നല്ല കുട്ടിയല്ലേ. എന്താ അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചാൽ ഇറങ്ങൂല്ലേ? എനിക്ക് വിശപ്പില്ല, ഒന്നും വേണ്ട. ഇത്ര വേഗം കുളി കഴിഞ്ഞോ? ഇതെന്താ കാക്കക്കുളിയാ? പോകുന്നിടത്തൊക്കെ അവളെ കെട്ടി എഴുന്നള്ളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അതല്ല, ഒരു മാസത്തോളം നമ്മളിവിടെ ഉണ്ടാവില്ലല്ലോ. പ്രായമായി വരുന്ന കുട്ടിയാണ്. അവളിവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ജനനം അതല്ലേ. ഒറ്റയ്ക്കായാലും കൂട്ടത്തിലായാലും കാര്യമൊക്കെ ശരിയാ. ആരെങ്കിലും കേട്ടാൽ? കേട്ടാലെന്താ, എന്നെ അങ്ങ് വിഴുങ്ങുമോ? ലതേ, വേറൊരുത്തന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത്. എന്റെ മാനം കാക്കാൻ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അവളെ മോളെ എന്ന് വിളിക്കാന്നല്ലാതെ അവളെ മോളെപ്പോലെ കരുതാൻ എനിക്ക് പറ്റില്ല. എനിക്കെന്നല്ല, ആർക്കും. അതറിഞ്ഞു പെരുമാറാൻ നിനക്കാവില്ലെങ്കിൽ എന്തിനെപ്പോഴും ഇങ്ങനെ? അന്നേ മരിക്കാൻ തുനിഞ്ഞ് എന്നെ തടഞ്ഞ് എനിക്കൊരു ജീവിതം തന്നതിനായിരുന്നു എപ്പോഴും ഇങ്ങനെ ശവത്തിലിട്ട് കുത്താൻ. ലതേ, ആഗ്രഹിക്കാണ്ട് പിറന്ന കുട്ടിയെ സ്നേഹിക്കാൻ കഴിയാതെ മോളെ എന്ന് വിളിക്കേണ്ടി വരുന്ന ഒരമ്മയുടെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അനിതയെ കാണുമ്പോഴേ എനിക്ക് പേടിയാ. ഞാൻ പറയുന്നത് കേൾക്കൂ. അവൾ ഇവിടെ തന്നെ നിന്നോളൂ. ആയുണ്ടല്ലോ കൂട്ടിന്. വിനോദ്, അനി എന്താ ഇവിടെ? വെറുതെ. എന്താ അനി? ഒന്നുമില്ല. എനിക്ക് വീട്ടിൽ പോണെന്നേ ഇല്ല. എന്തിനാ പോയിട്ട്? വിനുവിനറിയോ? ഞാൻ ഞാൻ എന്റെ ഡാഡിയുടെ മോളല്ലാന്ന്. ഡാഡി കല്യാണം കഴിക്കുന്നതിന് മുൻപ് മമ്മിയുടെ വയറ്റിൽ ഞാനുണ്ടായിരുന്നു. എനിക്ക് ആരുമില്ല വിനു. അനി, നമ്മൾ രണ്ടുപേരും ഒരുപോലെയാ. എന്റെ അമ്മ മരിച്ചതിൽ പിന്നെ വീടെന്ന് പറഞ്ഞ എനിക്കിഷ്ടേയല്ല. വിനുവിന് ഡാഡി ഇല്ലേ? അച്ഛനുണ്ട്. പക്ഷേ അച്ഛനോട് മാത്രമേ ഉള്ളൂ ഇഷ്ടം. പിന്നെ ചെറിയമ്മയോടും. ചെറിയമ്മയ്ക്കോ? അയ്യേ, വൃത്തികെട്ടത്. എനിക്ക് അവരെ കണ്ടേ കൂടാ. ഒരു വക ചിരിയും കുഴച്ചലും വഷള് അറക്കിയ ചെയ്യ. ചിലപ്പോഴൊക്കെ അവര് ഞാനിതെങ്ങനെയാ അനിയോട് പറയാ? അടുത്ത് വന്ന് ഇങ്ങനെ മുട്ടി ഒരുമി നിൽക്കും. എന്നിട്ട് കയ്യെടുത്ത് മേത്ത് വെക്കും. അസത്ത് പഴുതാര മേത്ത് കയറുന്ന പോലെയാ എനിക്കപ്പോ. വിനുവിനൊരു തട്ട് വെച്ച് കൊടുക്കാൻ മേലായിരുന്നോ? പിന്നില്ലാണ്ട. മഴയുടെ ഭാവം ഉണ്ടെന്നാ തോന്നണേ. നേരം വൈകിയ അനി അന്വേഷിക്കില്ലേ? അവിടെ ആരുമില്ല. മമ്മിയും ഡാഡിയും രതീഷും ഊട്ടി പോയി. ആയും ഞാനും മാത്രമേ ഉള്ളൂ. എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ആ, അന്വേഷിക്കട്ടെ. വാ. പേടിയേ?
എന്നാ ഉടുപ്പഴിച്ച് പിഴിഞ്ഞ എവിടെ? അപ്പുറത്ത് മാറി. ഞാൻ എന്താ എവിടെയല്ലേ നിൽക്കുന്നേ? നോക്കൂല. എന്നാ വേണ്ട, ജലദോഷം പനിയും പിടിച്ചോട്ടെ. അനി വേഗം വാ, നീ വണ്ടി നീ വേഗം. അനി വാ, നീ വാ, നീ അനി വേഗം. അയ്യോ, ഒന്ന് വേഗം വാ നീ. ഇതെവിടേക്കാ പോണത്? അറിയില്ല. അറിയില്ലാണ്ട്? അറിഞ്ഞിട്ടിപ്പോ എന്താ കാര്യം? ഏതായാലും ഇതിനകത്ത് കുടുങ്ങി. ഇനി നിർത്തുമ്പോ നിർത്തട്ടെ. നോക്കട്ടെ. ആ, അങ്ങനെയല്ല. ഇതിപ്പോഴെങ്ങും നിർത്തില്ലേ? ആ, ഗുഡ്സ് അല്ലേ, കുറെ ദൂരം പോയിട്ടേ നിർത്തൂ. ഒരു സമയം പുലർച്ചെയാവും, ചിലപ്പോ അതിലും വൈകും. അയ്യോ. എന്താ, എനിക്ക് വീട്ടിൽ പോവാനാ? എവിടെ ഉറങ്ങ? കന്നിന്റെ ചവിട്ടും തൊഴിയും കൊള്ളാണ്ട് ഇവിടെ. ഇവിടെയോ? ഇനി ഇവിടെ ഡൺലപ്പിന്റെ കിടക്കോണം ഇട്ടിട്ട് അതിന്റെ മേലെ. എന്താ, മതിയാ? വിനു എവിടെ കിടക്കണേ? ഇവിടെ. അയ്യേ, എന്റെ അടുത്തോ? പിന്നെ എവിടെയാ കിടക്കണ്ടേ? കന്നിന്റെ കാൽച്ചോട്ടിലോ? അനി എപ്പോഴെന്തെങ്കിലും കഴിച്ചേ? രാവിലെ. ഉച്ചക്ക്? അതെന്താ നീ? രാത്രിയായിട്ടും കാണാണ്ടാവുമ്പോ വിനുവിന്റെ വീട്ടുകാർ കിടന്ന് അന്വേഷിക്കുന്നുണ്ടാവും. ആ, അന്വേഷിക്കട്ടെ.
ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ എവിടെയാ? വിശക്കണില്ലേ? ഇപ്പൊ എന്താ ചെയ്യാ? എവിടെയെങ്കിലും നിർത്തിയിരുന്നെങ്കിൽ കുറച്ച് വെള്ളമെങ്കിലും കുടിക്കായിരുന്നു. വല്ലാണ്ട് വിശക്കണുണ്ടോ? എനിക്കും അതെ. എനിക്ക് കണ്ണിനെ കറക്കാൻ അറിയോ? കറക്ക്? ആ, ഇല്ല, ഞങ്ങളുടെ അവിടെ കറക്കാറില്ല. പിന്നെ കുപ്പിയിലെ പാല് വരെ. എന്തിനാ കറക്കണേ? പാല് കുടിക്കാൻ. അയ്യേ, കാച്ചാണ്ടയോ? അല്ല, കാച്ചി പഞ്ചസാരയും ബോൺവിറ്റി ഇട്ട് തരാം. എങ്ങനെ കറക്ക? എനിക്കും അറിയില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം.